മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDF-ൽ തർക്കം. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ലീഗ് വ്യക്തമാക്കി. 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ലീഗിന്റെ ആവശ്യം അംഗീകരിക്കാതെ കോൺഗ്രസ്. ലീഗ് വിട്ടുനിന്നാൽ പഞ്ചായത്തിൽ UDF-ന് ഭരണം നഷ്ടമാകും. ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കാനുള്ള വിജയം UDF കൈവരിക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് 4 സീറ്റിലാണ് മത്സരിച്ചത്. 4 സീറ്റുകളിലും 100% വിജയം കൈവരിക്കുകയും ചെയ്തു. അതടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രാതിനിധ്യത്തിൻ്റെ ഉദ്ദേശപ്രകാരം ഒരു 2.5 വർഷം പ്രസിഡന്റ്ഷിപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അത് നൽകാതെ വരുന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ നാളെ പ്രസിഡന്റ്ഷിപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയം വരെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പ്രസിഡന്റ്ഷിപ്പ് നൽകുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അത് നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വിയോജനവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഇങ്ങനെയൊരു തർക്കത്തിന് കാരണമായിരിക്കുന്നത്? എന്തെങ്കിലും സമവായം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ലീഗ് കടുത്ത നിലപാടിൽ തന്നെയാണോ? പുതിയ സമവായ നിർദ്ദേശങ്ങളോ ഫോർമുലകളോ രൂപപ്പെടുന്നുണ്ടോ? ഗോകുൽ കെ വേണുഗോപാൽ. അവരുടെ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറാണ് എന്ന് പറയുമ്പോഴും ഒരു വർഷം പോലും ഈ മുസ്ലിം ലീഗിന് പഞ്ചായത്ത് അധ്യക്ഷ പദവി നൽകാൻ തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ആകെ 19 സീറ്റാണ് തിരുവാലി പഞ്ചായത്തുള്ളത്. അതിൽ UDF മുന്നണിയായി തന്നെ മത്സരിക്കുകയും 11 സീറ്റിൽ UDF വിജയിക്കുകയും ചെയ്തു. അതായത് 7 ഇടത്ത് കോൺഗ്രസ് വിജയിക്കുന്നു, 4 ഇടത്ത് മുസ്ലിം ലീഗ് വിജയിക്കുന്നു. അതിനുശേഷം 4 പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ 2.5 വർഷം പ്രസിഡന്റ് പദവിയിൽ അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് നൽകാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ പെടുന്ന പഞ്ചായത്താണ് തിരുവാലി എന്ന് പറയുന്നത്. അതായത് KPCC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള AP അനിൽകുമാറിന്റെ മണ്ഡലമാണ്. അദ്ദേഹത്തിനോട് ഉൾപ്പെടെ ഇവരുടെ ആവശ്യം സംബന്ധിച്ച കാര്യങ്ങൾ രേഖാമൂലം അറിയിച്ചു. പക്ഷേ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ ജില്ലാ ഘടകത്തെ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ ജില്ലാ ഘടകം കോൺഗ്രസുമായി സംസാരിച്ചു. പക്ഷേ ഈ വിഷയത്തിലൊരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്ത ഘട്ടത്തിലാണ് ഇവർ ആവശ്യപ്പെട്ട കാര്യം, അതായത് 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ല എങ്കിൽ ഈ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വിട്ടുനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്ത് UDF-ന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അത് LDF ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും എത്തുക. മലപ്പുറം എന്ന് പറയുന്നത് 90ഓളം പഞ്ചായത്തുകൾ UDF ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ്. അല്ലെങ്കിൽ അത്രത്തോളം വലിയ വിജയം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഒരു കല്ലുകടി എന്ന നിലയിൽ തിരുവാലി പഞ്ചായത്തിൽ ഒരു ഭിന്നത ഉടലെടുത്തിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നു. 2.5 വർഷം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരു കാലയളവിലേക്കെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. 2.5 വർഷത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് മുസ്ലിം ലീഗ് പറയുകയും ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസിൽ നിന്നൊരു അനുകൂല സമീപനം ഉണ്ടാവുന്നില്ല എന്നൊരു പരാതിയാണ് അവർ പറയുന്നത്. നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ അത്തരത്തിലൊരു അനുകൂല സമീപനം ഉണ്ടായില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നാണ് സ്ഥാനം വേണം എന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അനുവദിക്കാത്തതിലാണ് ലീഗിൽ കടുത്ത പ്രതിഷേധം, അതൃപ്തി ഉയരുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.